ഈ പ്രഭാതത്തിലും അല്പസമയം നമുക്ക് ദൈവിക ശബ്ദത്തിന് കാതോർക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ആഗ്രഹിക്കാത്തവരായിട്ടും പ്രാർത്ഥിക്കാത്തവരായിട്ടും ആരും തന്നെ ഇല്ലല്ലോ. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. എന്നാൽ അനുഗ്രഹത്തിന്റെ ഒന്നാം പടി അനുസരണമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിന്റെ ജീവിതത്തിലൂടെ ഈ അനുസരണത്തിന്റെ തുടർ പടിയായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അത്ഭുതകരമായ കഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശൂരിലെ അനുസരണവും ബർശബയിലെ അനുഗ്രഹവും എന്ന തലക്കെട്ടാണ്. ശൂരിലെ അനുസരണം ബർശബയിലെ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ബർശേബ മരുഭൂമിയിലെ ഉറവ തുറന്നു കിട്ടിയതും കണ്ണു തുറന്ന് ഉറവ കണ്ടതും ബാലൻ ചൈതന്യം പ്രാപിച്ചതും ജീവനിലേക്ക് പുതുകെ വന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് നാം നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഹാഗാറിനെ പോലെ നാം കരയുമ്പോൾ വഴി തുറക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലിനെ കുറിച്ച് നാം പലപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. എന്നാൽ ബർശേബ മരുഭൂമിക്ക് മുമ്പ് ഹാഗാറിന്റെ ജീവിതത്തിൽ മറ്റൊരു മരുഭൂമി ഉണ്ടായിരുന്നു. അത് അവളെ ദൈവം അഴിച്ചു പണിഞ്ഞ, രൂപഭാവ വരുത്തിയെടുത്ത, അവളെ സമ്പൂർണമായിട്ട് മെനഞ്ഞെടുത്ത അനുസരണത്തിന്റെ മറ്റൊരു മരുഭൂമി ഉണ്ട് എന്ന് നാം പലപ്പോഴും ഓർക്കാറില്ല. ഇതിനാധാരമായിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 16-7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ശൂർ മരുഭൂമിയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ദൈവം ഹാഗാറിനോട് ഇടപെട്ട് അവളെ അനുസരണത്തിലേക്കും ഒരു കീഴടങ്ങളിലേക്കും കൊണ്ടുവരുന്നത്. 16-6 വാക്യം ഇങ്ങനെ വായിക്കുന്നു: സാറ അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ഈ വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും, അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ എന്തുകൊണ്ട് തന്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിനോട് കാഠിന്യം കാണിച്ചു. എന്നാൽ അതിനു മുമ്പ് 16-4 വാക്യം നാം വായിക്കുകയാണെങ്കിൽ, താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഠിനതരമായ ചില അനുഭവങ്ങളും ചില ദോഷകരമായ അനുഭവങ്ങളും നാം തന്നെ തുറന്നു കൊടുക്കുന്ന വഴികളിലൂടെയാണ് എത്തിച്ചേരുന്നതെന്ന് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാസിയായിരിക്കുന്ന ഹാഗാർ ഗർഭിണിയായി എന്ന് താൻ അറിഞ്ഞപ്പോൾ ഗർഭം ഇതുവരെയും തുറക്കാത്ത തൻ്റെ യജമാനത്തി അവൾക്ക് നിന്ദിതയായി തീർന്നു. യജമാനത്തിയോട് അവൾക്കൊരു പുച്ഛം തോന്നി. യജമാനത്തിയോട് അവൾക്ക് വല്ലാത്തൊരു താഴ്ന്ന മനോഭാവത്തിൽ അവൾ യജമാനത്തിയെ നോക്കുവാൻ തുടങ്ങി. എന്നാൽ യജമാനത്തിയാണ് അവളെ ഈ തരത്തിലേക്ക് ഒരുക്കിയെടുത്തതെന്നുള്ള സത്യാവസ്ഥ അവൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ താൻ നിന്ദിതയായി എന്ന് തോന്നിയപ്പോൾ സാറായി അവളോട് കാഠിന്യം തുടങ്ങുകയും കാഠിന്യം സഹിക്കുവാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒന്നും നോക്കാതെ ആ ഭവനം വിട്ടുകൊണ്ട് മരുഭൂമിയുടെ വിജനതയിലേക്ക് ഓടുന്ന ഗർഭിണിയും ദാസിയുമായിരിക്കുന്ന ഹാഗാറിനെ നമുക്ക് കാണാം. താൻ എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ലക്ഷ്യവുമില്ലാതെ ബലഹീനയായിരിക്കുന്ന, ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്ന ഹാഗാർ ഓടുകയാണ്. എന്നാൽ നാം എവിടേക്കോടിപ്പോയാലും ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളും നമ്മുടെ പിന്നാലെ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 16-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 16-7 വാക്യത്തിൽ, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയരികിലെ നീരുറവിനരികെ തന്നെ നിന്നു. അവൾ ഓടിപ്പോവുകയാണ്. അവൾ ഓടിപ്പോകുന്നതും തന്നെ ഓടിപ്പോവുക. ആ ഓട്ടത്തിന്റെ ഇടയിൽ ശൂരിന് പോകുന്ന മരുഭൂമിയുടെ അരികിലുള്ള നീരുറവിന്റെ അരികെ തന്നെ, അവിടെ തന്നെ ദൂതൻ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുവഴി അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും യജമാനന്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോകുന്ന ബലഹീനയായ ഒരു ദാസി വരുന്നുണ്ട്. അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത് അബ്രഹാമിന്റെ ഭവനത്തിലാണെന്ന് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവളെ മെരുക്കിയെടുത്ത് അവളെ മടക്കി കൊണ്ടുപോകാനായിട്ട്
ശൂർന്ന് പോകുന്ന മരുഭൂമിയുടെ അരികെ ഒരു ദൂതൻ നിൽക്കുകയാണ്. കണ്ടുകിട്ടിയാൽ ദൈവത്തിന്റെ അടുത്ത പദ്ധതി നമ്മളെ അനുസരണത്തിലൂടെ ഉടച്ചു വാർക്കുകയാണ്. 16:8 ദൂതൻ അവളെ കണ്ട ഉടൻ നടത്തുന്ന ഒരു അഭിസംബോധനയുണ്ട്. സാറായുടെ ദാസിയായ ഹാഗാറെ, അവൾ തകർന്നു കാണും. സാറായുടെ യജമാനത്വം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ സാറായുടെ ദാസ്യപദം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയവളെ ദൂതൻ പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാറെ എന്ന് വിളിക്കുന്നത് എത്ര എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ അഭിസംബോധനകൾ ഇങ്ങനെയാണ്. ദൈവദൂതൻ വിളിക്കുന്നു, സാറായുടെ ദാസിയായ ഹാഗാറെ. ആ അഭിസംബോധനയിൽ തന്നെ അവൾ തകർന്നു കാണും. താൻ ഏത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഓടി, ഏതിന് താൻ കീഴ്പ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ആദ്യപടിയാണ് അവിടെ നടക്കുന്നത്. 16:9 ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അരികിൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. നിന്റെ യജമാനത്തിയുടെ അരികിൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. കീഴടങ്ങാൻ ഇഷ്ടമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പദ്ധതിക്കകത്തുള്ള ഒരു വ്യക്തിയെ കീഴടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവശബ്ദമാണ് ശൂർ മരുഭൂമിയിൽ നാം കേൾക്കുന്നത്. എന്തുകൊണ്ട് ഹാഗാർ കീഴടങ്ങണം? കാരണം അവളെക്കുറിച്ചും അവളുടെ സന്തതിയെക്കുറിച്ചും ഒരു പിടി വാഗ്ദാനങ്ങൾ സ്വർഗത്തിനുള്ളത് കൊണ്ട് ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി താൻ ഇപ്പോൾ കീഴടങ്ങി കൊടുക്കേണ്ടത് തലമുറയുടെ നന്മയ്ക്ക്, അനുഗ്രഹത്തിനും കാരണമാണ്. ഉൽപ്പത്തി പുസ്തകം 16:10-11 വാക്യങ്ങളിൽ ആ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് കാണാം. ദൂതൻ പറയുന്നു, ഞാൻ നിന്റെ സന്തതിയെയും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതാകും. യഹോവ നിന്റെ സങ്കടം കേൾക്കും. ഞാൻ നിന്റെ സന്തതിയെയും വർദ്ധിപ്പിക്കും. എനിക്ക് നിന്റെ സന്തതിയെയും വർദ്ധിപ്പിക്കണം. അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായി തീരണം. യഹോവ നിന്റെ സങ്കടം കേൾക്കും. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇപ്പോൾ ഹാഗാറിന് ഒരു മടങ്ങിപ്പോക്ക് അത്യാവശ്യമാണ്. ഹാഗാർ മടങ്ങിപ്പോയോ അതോ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ നിന്നോ? എന്നാൽ ഹാഗാർ മടങ്ങിപ്പോയി എന്ന് വ്യക്തമായ വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും നമുക്ക് വായിച്ചെടുക്കാം. ഹാഗാറിന്റെ പ്രസവം നടന്നിരിക്കുന്നത് അബ്രഹാമിന്റെ ഭവനത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അവൾ 100% അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വ്യക്തമായ തെളിവുകൾ വേദപുസ്തകം തരുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിൽ ഓടിപ്പോയവളെ ശൂർ മരുഭൂമിയിൽ അഴിച്ചു പണിഞ്ഞ് അനുസരണത്തിലൂടെ നിന്റെ യജമാനത്തേക്ക് പോയി നീ കീഴടങ്ങിയിരിക്കുക. നമുക്ക് കീഴടങ്ങുവാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ചില ഘട്ടത്തിൽ ദൈവം ശക്തമായി നമ്മളോട് തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ വിടുതലുകൾക്ക് വേണ്ടി ചില ഇടങ്ങളിൽ, ചില സംവിധാനത്തിൽ കീഴടങ്ങുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കീഴടങ്ങി കൊടുക്കുകയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം. ഉൽപ്പത്തി പുസ്തകം 16:16 ഇങ്ങനെ വായിക്കുന്നു, ഹാഗാർ അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഹാഗാർ മരുഭൂമിയിലല്ല പ്രസവിച്ചത്. ഹാഗാർ അബ്രഹാമിന് കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ആ പ്രസവം അബ്രഹാമിന്റെ ഭവനത്തിൽ തന്നെയാണ് നടന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാമും ഇശ്മായേലും ഒന്നിച്ച് പരിച്ഛേദനയേറ്റപ്പോൾ ഇശ്മായേലിന് 13 വയസ്സായിരുന്നു. അങ്ങനെയെങ്കിൽ ചുരുങ്ങിയത് ഒരു 13 വർഷക്കാലമെങ്കിലും താൻ ഇഷ്ടപ്പെടാത്ത ദാസ്യത്തിൽ തന്റെ സന്തതിക്ക് വേണ്ടി ഹാഗാർ വഴങ്ങിക്കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്രകാരം ശൂർ മരുഭൂമിയിൽ അനുസരിക്കുവാനും കീഴടങ്ങുവാനും വഴങ്ങുവാനും ഹാഗാർ തയ്യാറായതുകൊണ്ട് ബേർശെബയുടെ വിജനതയിൽ അയ്യം വിളിച്ച് മരണാസന്നനായ തന്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് കരഞ്ഞപ്പോൾ ദൈവദൂതൻ വീണ്ടും ഇറങ്ങുകയാണ്. പ്രിയ ദൈവജനമേ, ആരൊക്കെ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുന്നു, ആരൊക്കെ ദൈവവചനത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുവാനും വഴങ്ങിക്കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും തയ്യാറാകുന്നു, അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന മറ്റൊരു ദൂതനെ നമുക്ക് ബേർശേബ മരുഭൂമിയിൽ കാണാം. നമ്മുടെ വഴങ്ങലുകളും അനുസരണങ്ങളും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു.